ഇന്ന് മറ്റൊരു വലിയ സവിശേഷത കൂടി ഈ ദിനത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ഏടുകളിൽ മനുഷ്യൻ്റെ മനസ്സുകളിൽ ആവേശകരമായ അനുഭവങ്ങളും ഓർമ്മകളും വിതറിയ ഒരു സവിശേഷത കൂടി ഇന്നത്തെ ഈ ദിവസത്തിനുണ്ട്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ഇന്ന് ചതയ ദിനമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ധന്യമായ ദീപ്തമായ ദർശനങ്ങളും ഓർമ്മകളുമാണ് ഈ നാടിന് ഈ കാലത്ത് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് സാമ്രാജ്യത്വ വിരുദ്ധ ജനകീയ മുന്നേറ്റങ്ങളിലെ ജ്വലിക്കുന്ന അധ്യായമാണ് മലബാർ സമരം. ജന്മിമാർക്കും കോളനി ഭരണത്തിനും എതിരായ ചെറുത്തുനിൽപ്പിനെ മാപ്പിള ലഹളയായി ബ്രിട്ടീഷുകാർ വികലമായി രേഖപ്പെടുത്തുകയായിരുന്നു. മഹത്തായ മലബാർ വിപ്ലവത്തിന് ഇന്ന് 103 വർഷം തികയുകയാണ്. 1921 മലബാർ സമരം. ഏറനാട്, വള്ളുവനാട് പ്രദേശങ്ങളിലുള്ളവർ ജാതിമത വ്യത്യാസമില്ലാതെ ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരെ പോരാട്ടം തുടങ്ങിയത്. മലബാർ സമരത്തിന്റെ മുഖ്യ പങ്കാളികളായ മാപ്പിള കർഷകരെ ഒറ്റപ്പെടുത്താൻ ഈ പ്രദേശം മതഭ്രാന്തിന്റെ കേന്ദ്രമായി ബ്രിട്ടീഷുകാർ അടയാളപ്പെടുത്തി. സ്വയംഭരണ പ്രക്ഷോഭവും ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ദേശീയ മുന്നേറ്റവും മലബാറിലെ ജനങ്ങളെയും രാഷ്ട്രീയവൽക്കരിച്ചു. ഖിലാഫത്ത് ആശയം കൂടിയായപ്പോൾ അവർ ഒറ്റക്കെട്ടായി സാമ്രാജ്യത്വ വാഴ്ചയ്ക്കും ജന്മിത്വത്തിനെതിരെ തിരിഞ്ഞു. ആലി മുസ്ലിയാർ, വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, MP നാരായണ മേനോൻ, U ഗോപാലമേനോൻ, K മാധവൻ നായർ എന്നിവർ സമരങ്ങൾക്ക് നേതൃത്വം നൽകി. ബ്രിട്ടീഷ് മർദ്ദനമുറകൾക്കെതിരെ മലബാറിലാകെ ശക്തമായ പ്രതിഷേധത്തിനിടെ ഖിലാഫത്ത് പ്രസ്ഥാന നേതാവ് ആലി മുസ്ലിയാരെയും 8 ശിഷ്യന്മാരെയും അറസ്റ്റ് ചെയ്യാൻ 1921 ആഗസ്റ്റ് 20 പുലർച്ചെ പട്ടാളം തിരൂരങ്ങാടിയിലെത്തി. ആലി മുസ്ലിയാർ താമസിച്ച മമ്പുറം കിഴക്കേപ്പള്ളി പട്ടാളം വളയുകയും അകത്തുകയറി പരിശോധിക്കുകയും ചെയ്തു. മമ്പുറം പള്ളിക്ക് നേരെ പട്ടാളക്കാർ വെടിവെച്ചുവെന്ന കിംവദന്തി പരന്നു. ആ വാർത്ത കേട്ടവരെല്ലാം അങ്ങോട്ടേക്ക് തിരിച്ചു. ബ്രിട്ടീഷ് സൈന്യം അതിക്രൂരമായി സമരക്കാരെ നേരിട്ടു. പട്ടാള ക്യാമ്പുകൾക്ക് നേരെയും തിരിച്ച് അക്രമമുണ്ടായി. അക്കാലത്തെ ബ്രിട്ടീഷ് ക്രൂരതയുടെ തെളിവുകളാണ് വാഗൺ കൂട്ടക്കൊലയും പൂക്കോട്ടൂർ യുദ്ധവും. മലബാറിൽ അരങ്ങേറിയ ഈ സാമ്രാജ്യത്വ വിരുദ്ധ ജനകീയ പോരാട്ടങ്ങളെ അന്ന് ഭരിച്ച ബ്രിട്ടീഷ് ഭരണകൂടം വെറും മാപ്പിള ലഹളയാക്കിയപ്പോൾ അതിനെ പിൻപറ്റി സാമുദായിക സ്പർദ്ധയാക്കി 1921 പോരാട്ടങ്ങളെ ചിത്രീകരിക്കുകയാണ് സംഘപരിവാർ ചെയ്തത്. 2020 ഹിസ്റ്ററിക് റിസർച്ച് കമ്മിറ്റി ചില നിരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി. മലബാർ സമരകാലത്ത് ജീവത്യാഗം ചെയ്തവരാരും സ്വാതന്ത്ര്യ സമര സേനാനികളല്ലെന്നും അവർ നാട്ടിൽ കൊല്ലും കൊലയും നടത്തിയവരാണ്. ഈ നിരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി മലബാർ കലാപത്തെ അപമാനിക്കാനാണ് സംഘപരിവാർ ശ്രമിച്ചത്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നല്ലതൊന്നും പറയാൻ ഇല്ലാത്ത സംഘപരിവാർ ശക്തികൾ ചരിത്രത്തെ വളച്ചൊടിക്കുന്നതിലൂടെ വളർന്നുവരുന്ന തലമുറയെ നമ്മുടെ രാജ്യം കടന്നുവന്ന വഴികളെക്കുറിച്ച് പുനർനിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യത്ത് ഉയർന്നു വരേണ്ടത് അനിവാര്യമായ ഒന്നാണ്. അഭിജിത്ത് KN, കൈരളി ന്യൂസ്.